ഏറ്റവും അവസാനമായിട്ട് അപ്പൊ അഭിനയിച്ച പടം ഏതാ? മാർഗംകളി. അതില് ബിബിൻ ചേട്ടന്റെ നമിത ചേച്ചിയുടെ ചെറുപ്പം. ഓക്കെ ഓക്കെ. ഇപ്പൊ ഈ ഡയറക്ടേഴ്സ് പറയുന്ന സമയത്തെ ഈ സംശയങ്ങൾ ഉണ്ടാവുക ചോദിക്കാനൊക്കെ ഒരു ആദ്യം തൊട്ടേ ഒരു മടിയില്ലാത്ത കുട്ടിയായിരുന്നു? തുടക്കത്തിലൊക്കെ എനിക്ക് അത്യാവശ്യം നല്ല മടി ഉണ്ടായിരുന്നു, പേടിയുണ്ടായിരുന്നു. പിന്നെ പിന്നെ എനിക്കൊന്ന് പുലിമുരുകൻ തൊട്ടാണ് ഞാൻ കുറച്ചുകൂടെ എന്താ പറയാ ആൾക്കാരുടെ ഓപ്പൺ ആയിട്ട് ചോദിക്കാൻ തുടങ്ങിയത്. ഇതെങ്ങനെയാ ചെയ്യുന്നത്, അതെങ്ങനെയാ ചെയ്യുന്നത്, അങ്ങനെ. ഞാൻ വേറെയും കുറച്ച് ഫോട്ടോസും കൂടി കാണിച്ചു തരാം. എനിക്ക് അതിന്റെ പിന്നിലത്തെ ഒരു കഥകൾ എനിക്ക് പറഞ്ഞു തരണം. ഓക്കെ. ഇതിൽ പൃഥ്വിരാജായിട്ട് കോമ്പിനേഷൻ സീൻ ഇല്ല, കാരണം പൃഥ്വിരാജിന്റെ ചെറുപ്പകാലത്തെ ചെറുപ്പത്തിൽ ദുർഗ ചേച്ചിയുടെ ചെറുപ്പമായിരുന്നു. ഈ സിനിമയെ പറ്റി എന്തൊക്കെയാ ഓർമ്മയുള്ളത്? വിമാനം ഞാനും എറിക്കേട്ടനും കൂടെ ചെയ്ത സെക്കൻഡ് മൂവി ആയിരുന്നു ഒരുമിച്ച്. അപ്പൊ അവിടെ ചെന്നപ്പോ എന്നോട് പറഞ്ഞു ചെറുപ്പം ചെയ്യാനാണ്. ചെന്നപ്പോഴാണ് ഞാൻ പറഞ്ഞ ഹീറോയിന്റെ പേരും ദുർഗ. പിന്നെ അവരവിടെ ചെന്നപ്പോ ചെറിയ ദുർഗ, വലിയ ദുർഗ, കുട്ടി ദുർഗ, ഇങ്ങോട്ടൊരു അങ്ങനെയൊക്കെ ആയിരുന്നു. ഭയങ്കര നല്ലൊരു എക്സ്പീരിയൻസ് ആയിരുന്നു. പൃഥ്വിരാജെല്ലാം കാണാൻ പറ്റി, സംസാരിക്കാൻ പറ്റി. കൂടുതലും ഫിലിമിന്റെ ഇതിനെ കുറിച്ച് തന്നെയായിരുന്നു, ക്യാരക്ടർ ആ ഒരു സംഭവത്തെ കുറിച്ച് തന്നെയായിരുന്നു. പിന്നെ എറിക്കേട്ടനായിട്ട് വീണ്ടും ചെയ്യാൻ പറ്റി. അതൊക്കെ ഒരു പൃഥ്വിരാജങ്ങളുടെ ആണ്. ഓക്കെ, നമുക്ക് പിടിച്ചേക്കാൻ പറ്റില്ല. ഇംഗ്ലീഷ് സംസാരിക്കായിരുന്നു. ഇത് ഞാൻ ചോദിച്ചാണ്, എന്നാലും പറയൂ. ഇതൊരു കുന്നിന്റെ മുകളിലായിരുന്നു ഈ ഷോട്ട്. അപ്പോ എനിക്ക് നല്ല പേടിയുണ്ടായിരുന്നു. ആദ്യമായിട്ട് തോള് കയറാൻ പേടി വന്നൊരു സീൻ. അപ്പൊ ഐസ്ക്രീം ആയിരുന്നു ഇതിലെ മെയിൻ ക്യാരക്ടർ. ഞാൻ 5 ഐസ്ക്രീം കഴിച്ചു. ലാലേട്ടൻ ഐസ്ക്രീം മേടിച്ചെന്ന് മടുത്തു. അത്രയൊക്കെ ഉണ്ടായിരുന്നുള്ളൂ. പൂയംകുട്ടി കാടിന്റെ ഉള്ളിലായിരുന്നു. ഇതും ദിലീപേട്ടനെ ആദ്യമായിട്ട് കാണുന്നു. അപ്പോ ദിലീപേട്ടന്റെ മേത്തിരിക്കാനൊരു അവസരം കിട്ടി. ദിലീപേട്ടൻ കുറെ എന്നെ പൊക്കിക്കൊണ്ട് നടക്കേണ്ടി വന്നു, എന്നാലും കുഴപ്പമില്ല. എന്റെ ഭാഗ്യം, ദിലീപേട്ടന്റെ കഷ്ടകാലം. ഈ ഫോട്ടോ പിന്നിൽ എന്താ സംസാരിക്കുന്നതെന്ന് പറഞ്ഞാൽ കൊള്ളാവുന്നുണ്ട്. ഇത് നമുക്കൊരു ഷൂട്ട് നടക്കുന്ന സമയത്തായിരുന്നു. ആ സമയത്ത് ജസ്റ്റ് ഞാൻ മമ്മൂക്കി കാണാൻ ചെന്നല്ല, എന്നൊരു ഓഡിഷൻ പോലെ ഒരു സംഭവത്തിന് വിളിച്ചതായിരുന്നു, മമ്മൂക്കിയുടെ ഫിലിമിന്. പിന്നെ അങ്ങോട്ട് ചെന്നപ്പോൾ കാണുന്ന മമ്മൂക്കായിരുന്നു. അപ്പോൾ മമ്മൂക്കയുടെ കൂടെ ഫോട്ടോ എടുക്കാൻ ചെന്നപ്പോഴത്തേക്കും എനിക്ക് ആ സമയത്ത് ഇത് കൂടുതൽ മുടി ഉണ്ടായിരുന്നു, ഒരു നീ ലെങ്ത്തില് ഹെയർ ഉണ്ടായിരുന്നു. ആ സമയത്ത് മമ്മൂക്ക എന്റെ മുടി പിടിച്ചിട്ട് പറഞ്ഞു, നല്ല മുടിയാണല്ലോ, ഇതിന്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ മമ്മൂക്ക പറഞ്ഞു, എന്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം പറഞ്ഞിട്ട് പോയൊരു ഇതായിരുന്നു അത്. മുടിക്ക് ഭയങ്കര ഫാൻസ് ആയിരുന്നു. ഇല്ല, മുടി NCC പോയി കഴിഞ്ഞ പിന്നെ മുടിയൊക്കെ പോയി. NCCയിലെ സ്നൈപ്പറാണ്. ഫയറിംഗ്. അതാണ് കുറെ ഗൺ വെച്ചിട്ടുള്ള ഫോട്ടോ. ഞാൻ വിചാരിച്ചു കുട്ടി പബ്ജി ഫാൻ അങ്ങനെ ആയതായിരുന്നു. NCC. എന്തൊക്കെ അറിയാം ഗൺസിനെ പറ്റിയിട്ട്? ഗൺസിനെ പറ്റി എനിക്ക് ഫയറിംഗ് അറിയാം. ഇപ്പോൾ റൈഫിൾസ്, പിസ്റ്റൾസ് അതുപോലത്തെ വെച്ച് ചെയ്യാറുണ്ട്. ഇപ്പൊ ഈ ആളുകള് രണ്ട് കയ്യിലൊക്കെ വലിയ ഗൺസ് ഒക്കെ, അതായത് ഒരു കയ്യില് അതല്ല രണ്ട് കയ്യിലൊക്കെ ഗൺസ് ഒക്കെ വെച്ചിട്ട് ഫയർ ചെയ്യുന്നതൊക്കെ സീൻസ് ഒക്കെ കാണില്ലേ സിനിമയിലായിട്ട്? അതൊക്കെ കുറച്ച് അൺസയന്റിഫിക് ആണെന്നൊക്കെ ആളുകൾ പറയും. ചെയ്യാൻ പറ്റുന്ന ആൾക്കാരും ഉണ്ട്. നമ്മൾ ആർമിയിലെ ഒഫീഷ്യൽസിനൊക്കെ നോക്കി കഴിഞ്ഞാൽ അവർക്കത് പറ്റും. അതുപോലത്തെ നല്ല വിഗറസ് ട്രെയിനിങ് പോയിട്ടുള്ള ആൾക്കാർക്ക് അത് നടക്കും. ശരിക്കും ഈ അങ്ങനെ ഈ ഒളിമ്പിക്സിലൊക്കെ വിഭാഗം ഉണ്ടല്ലോ മത്സരിക്കാൻ, അതാണോ ലക്ഷ്യം അതോ സിനിമ തന്നെയാണോ ലക്ഷ്യം? അല്ല, എന്റെ അംബിഷൻ ഡിഫൻസിൽ കയറാനാണ്. ഇന്ത്യൻ ഡിഫൻസ്. എന്താ അതിന്റെ പിന്നത്തെ കാര്യം? എന്റെ അമ്മയുടെ ഫാമിലിയിൽ മിക്കവരും എല്ലാരും ആർമി ഓഫീഷ്യൽസ് ആണ്. അപ്പോ പിന്നെ NCC കയറി കഴിഞ്ഞപ്പോഴും എനിക്ക് തുടക്കത്തിലൊന്നും അത്ര താല്പര്യം ഉണ്ടായിരുന്നില്ല. ബട്ട് NCC കയറി കഴിഞ്ഞപ്പോൾ എനിക്ക് ഇന്ത്യയോടൊരു എന്താ പറയാ, എനിക്ക് രാജ്യത്തിനെ സെർവ് ചെയ്യണം, അങ്ങനെ ഒരു ഇത് തോന്നാൻ തുടങ്ങി. പിന്നെ ക്യാമ്പുകൾക്കും പോയി, സീനിയറായി. അപ്പൊ പിന്നെ എല്ലാം ഫേവറേറ്റ് എന്ന് പറഞ്ഞാൽ ഉറിയുണ്ട്, നമുക്ക് റാസിയുണ്ട്, നമുക്ക് കീർത്തിചക്രനുണ്ട്, നമുക്ക് കുരുക്ഷേത്രമുണ്ട്, നമുക്ക് മേജർ സാബ് ഉണ്ട്, നമുക്ക് കുറെ ഉണ്ട്.
ലാലേട്ടൻ്റെ മൂവീസ് തന്നെയാണ് എപ്പോഴും എൻ്റെ ഫേവറേറ്റ്. കാരണം അതാണല്ലോ കണ്ട് നമ്മൾ വളർന്നത്. സമയത്ത് മമ്മൂക്ക എൻ്റെ മുടി പിടിച്ചിട്ട് പറഞ്ഞു നല്ല മുടിയാണല്ലോ, ഇതിൻ്റെ സീക്രട്ട് ഒന്ന് പറഞ്ഞു തന്നിട്ട് വേണം പോവാൻ എന്ന് പറഞ്ഞതാണ്. പിന്നെ മമ്മൂക്ക പറഞ്ഞു എൻ്റെ കൂടെ ഒന്നും അഭിനയിക്കാൻ പറ്റില്ല, നമുക്ക് ദുൽഖറിനോട് വേണമെങ്കിൽ നോക്കാം പറഞ്ഞിട്ട് പോയൊരു ഇതായിരുന്നു അത്. താര എത്ര ദിവസം കൊണ്ടാ ഷൂട്ട് ചെയ്യുന്നത്? താര 1 വീക്ക് എടുത്തുള്ളൂ. 1 വീക്കായിരുന്നു ഷൂട്ട് ഫുൾ. ഈ പണ്ടത്തെ പോലെ അല്ലല്ലോ, ഇന്നിപ്പോ താര എന്നുള്ള ഷോർട്ട് ഫിലിം മൊത്തം ഹാൻഡിൽ ചെയ്യുന്നതും അതിന്റെ പ്രൊട്ടഗണിസ്റ്റും ഒക്കെ നമ്മളല്ലേ. അതെ. അപ്പൊ പ്രിയരാജ് ആണ് മറ്റൊരു ലീഡ് ചെയ്യുന്നത്. അപ്പൊ പ്രിയേട്ടൻ ഓൾറെഡി വളരെ തിയേറ്റർ ബാക്ക്ഗ്രൗണ്ടും ഒക്കെ ഉള്ള ആളാണ്. അദ്ദേഹം എന്തൊക്കെ സംസാരിച്ചിട്ടുണ്ട്? ഞങ്ങള് ഫസ്റ്റ് ഞങ്ങളൊരു മീറ്റിങ്ങിന് വിളിച്ചായിരുന്നു. അപ്പോൾ ഞങ്ങൾ ഒബ്രോണി വെച്ച് കണ്ടായിരുന്നു. കണ്ട സമയത്ത് തുടക്കത്തിൽ തന്നെ എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി. അപ്പോൾ തൊട്ട് തന്നെ മോളെ അച്ഛാന്ന് വിളിക്കണം എന്നൊക്കെയായിരുന്നു പറഞ്ഞത്. ഷൂട്ട് തുടങ്ങിയപ്പോൾ തൊട്ട് എന്നെ ഭയങ്കര കംഫർട്ടബിൾ ആക്കി, ശരിക്കൊരു അച്ഛൻ ഫീൽ എനിക്ക് തന്നു. അപ്പോൾ എനിക്ക് ഭയങ്കര നാച്ചുറലായിട്ടൊരു എൻ്റെ അച്ഛനോട് എങ്ങനെയാണോ ഞാൻ പെരുമാറുന്നത് അതുപോലെ തന്നെയായിരുന്നു ത്രൂ ഔട്ട് ഷൂട്ടിലും. ഷൂട്ട് കഴിഞ്ഞിട്ടാണെങ്കിൽ ഇപ്പോഴും അങ്ങനെ തന്നെയാണ് പെരുമാറുന്നത്. ഈ ഷോർട്ട് ഫിലിം കണ്ടിട്ട് ആളുകളുടെ ഒരു റെസ്പോൺസ് ഒക്കെ എങ്ങനെയാണ്? എല്ലാവരും എനിക്ക് കരഞ്ഞ ഫോട്ടോസൊക്കെയാണ് അയച്ചത്. അല്ലെങ്കിൽ ഞാൻ കരഞ്ഞു, 4 പ്രാവശ്യമൊക്കെ കരഞ്ഞു. എൻ്റെ ഫ്രണ്ട്സും എൻ്റെ സ്കൂളിലാണെങ്കിലും ഇപ്പം എന്നെ താര എന്നാണ് വിളിക്കുന്നത്. ദുർഗയല്ലേ, ഇപ്പം എല്ലാവർക്കും താരയാണ് ഞാൻ. അടിപൊളി അടിപൊളി, കൺഗ്രാജുലേഷൻസ്. താങ്ക് യു. അപ്പൊ ഈ നമ്മൾ ചെറുപ്പം മുതലേ ഈ സിനിമയും അതിന്റെ ഒരു ഗ്ലിറ്റും ഗ്ലാമറും ഒക്കെ കണ്ടിട്ടാണല്ലോ വളരുന്നത്. അപ്പൊ എന്താ സിനിമ അങ്ങനെ ഒരു പാഷൻ ആവാത്തതോ അല്ലെങ്കിൽ അതൊരു കരിയർ ആക്കാന്നോ അങ്ങനെ തോന്നാത്തത്? എനിക്ക് അഭിനയിക്കാൻ ഇഷ്ടമാണ്, അതിൻ്റെ ഒരു പാഷനായിട്ട് ഉറപ്പായിട്ടുമാണ്. ബട്ട് എനിക്കൊരു പ്രൊഫഷൻ ആക്കാനൊരു താല്പര്യമില്ല. ബിക്കോസ് എനിക്ക് എപ്പോഴും ആക്ടിങ് എനിക്ക് സൈഡായിട്ട് കൊണ്ടുപോകാൻ താല്പര്യം. എൻ്റെ എപ്പോഴും ഉള്ള എയിം ഡിഫൻസ് തന്നെയാണ്. അത് കുഴപ്പമില്ല, അത് നമ്മളെങ്ങനെയെങ്കിലും മേടിച്ചെടുത്തോളാം. ഈ ആക്ടിങ്ങിന് വേണ്ടിയിട്ട് നമ്മൾ തിയേറ്റർ വർക്ക്ഷോപ്സ് അറ്റൻഡ് ചെയ്യാം, അല്ലെങ്കിൽ കുറെ പുറത്തുള്ള മാസ്റ്റർ ഫിലിംസ് കാണുക, അതിനുള്ള സമയമൊക്കെ ഉണ്ടാക്കാറുണ്ടോ? ഇല്ല ഇല്ല, ഞാൻ ഒരിക്കലും അതുപോലത്തെ സംഭവം ചെയ്തിട്ടില്ല. ഞാൻ സിനിമകൾ കാണുന്ന ഒരാൾ തന്നെയാണ്, പക്ഷെ ഞാൻ ഒരിക്കലും ഇങ്ങനെ അഭിനയിക്കണം അങ്ങനെ അഭിനയിക്കണം ഒന്നും ഞാൻ നോക്കിയിട്ടില്ല. വെബ് സീരീസ് അനിമ അങ്ങനെയൊക്കെ? ഇല്ല ഇല്ല ഇല്ല, ഒന്നുമില്ല. ഇല്ല, ഒന്നും ഞാൻ റെഫർ ചെയ്യാറില്ല. ഏറ്റവും അവസാനം ARM. യെസ്, ARMനെ പറ്റി എന്താ തോന്നിയത്? അടിപൊളി സിനിമ, എനിക്ക് ഭയങ്കരമായിട്ട് ഇഷ്ടപ്പെട്ടു. ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് എൻ്റെ അച്ഛനായിട്ടായിരുന്നു ഇൻഡസ്ട്രിയിലേക്ക് വന്നിരുന്നത്. സിനിമയല്ല, അതൊരു അഡ്വർടൈസ്മെന്റ് ആയിരുന്നു. ക്ലിക്ക് ഓൺ എന്ന് പറയുന്നൊരു അഡ്വർടൈസ്മെന്റ്. അപ്പൊ അതിനകത്ത് എൻ്റെ അച്ഛനായിട്ടായിരുന്നു ടോവിനോ ചേട്ടൻ. അങ്ങനെയാണ് ടോവിനോ ചേട്ടൻ ആദ്യമായിട്ട് വന്നത്. ടോവി അന്ന് വലിയ സൂപ്പർ സ്റ്റാർ ഒന്നും അല്ലാത്ത ബിഗിനിങ് സ്റ്റേജ്.